നമസ്കാരം, ഞാൻ സൗമ്യ അജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റത്തിന്റെ ഘടന എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ആറ്റത്തിന്റെ ഘടന എന്നാണ്, അല്ലെ? അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ. അപ്പൊ ആറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ആറ്റം എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, അതായത് ഏറ്റവും ചെറിയ കണികയെ, ഏത് പദാർത്ഥം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും ചെറിയ കണികയെ പറയുന്ന പേരാണ് ആറ്റം. നമ്മൾ ചോക്ക് അല്ലെങ്കിൽ ഡ്രസ്സ് ഏതെടുത്താലും, ബുക്ക്, പേപ്പർ ഏതെടുത്താലും അതിലെ ഏറ്റവും ചെറിയ കണികയെ പറയുന്ന പേരാണ് ആറ്റം. ഏറ്റവും ചെറിയ കണിക. അതായത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് ആറ്റം. ഇനി നമുക്കറിയാം ഈ ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്. ഓർത്തിരിക്കുക, ആറ്റം എന്നുള്ള ആശയം കൊണ്ടുവന്നത്, ആറ്റത്തെ കുറിച്ചൊക്കെ പഠിച്ച് അതിന്റെ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജോൺ ഡാൾട്ടൺ എന്ന ശാസ്ത്രജ്ഞനാണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ. അപ്പോ ആറ്റത്തെ കുറിച്ച് ആദ്യമായിട്ട് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഒരു ആശയം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. അതുകൊണ്ട് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി, അതായത് അറ്റോമിക സിദ്ധാന്തം, ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതായത് അറ്റോമിക സിദ്ധാന്തം. അപ്പൊ ആറ്റം എന്തായെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ കണിക, അല്ലെ? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതേ അറിയുള്ളൂ. ഏറ്റവും ചെറിയ കണിക, ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതായത് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഇൻ എനി സബ്സ്റ്റൻസ്. ഏത് സബ്സ്റ്റൻസിലെയും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ആറ്റം. ഹൂ ഡിസ്കവേർഡ് ആറ്റം, അല്ലെങ്കിൽ ആരാണ് ആറ്റത്തെ കണ്ടെത്തിയതും അതിനെപ്പറ്റി സ്റ്റഡീസ് നടത്തിയതും? ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. സോ ആറ്റത്തെ പറ്റി അദ്ദേഹം ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു തിയറി തന്നെ ഉണ്ടാക്കി. അതറിയപ്പെടുന്ന പേരാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, അല്ലെങ്കിൽ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം. അപ്പൊ അദ്ദേഹം എന്താണ് ഈ തിയറിയിൽ പറഞ്ഞേക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അറ്റോമിക് തിയറി, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി അഥവാ അറ്റോമിക സിദ്ധാന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആറ്റത്തെ പറ്റി പറഞ്ഞത്, ആദ്യം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആറ്റം എന്താണെന്നാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. Atom is the smallest particle which participate in a chemical reaction. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത് ആറ്റം. ഓർത്തിരിക്കേണ്ടത് എന്താണ്? ചെറിയ കണികയാണ്, അല്ലെ? എവിടെ പങ്കെടുക്കുന്നതാണ്? രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇനി അദ്ദേഹം പറഞ്ഞതാണ്, ആറ്റത്തെ നമുക്ക് വിഭജിക്കാൻ കഴിയില്ല. ഏറ്റവും ചെറിയ കണികയെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിഭജിക്കാൻ കഴിയില്ല. സോ ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവൈസിബിൾ ആണ്, വിഭജിക്കാൻ കഴിയില്ല. ദെൻ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുത്താല് നമുക്ക് ആറ്റത്തിന് നശിപ്പിക്കാനും പറ്റില്ല, പുതിയതാക്കി രൂപം കൊള്ളാനായിട്ടും പറ്റില്ല. അപ്പൊ ആറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇൻഡിവൈസിബിൾ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിഭജിക്കാൻ പറ്റില്ല. വിഭജിക്കാൻ പറ്റാത്ത കണികയാണ് ആര്? ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ആറ്റത്തെ പറ്റി ഓർത്തിരിക്കേണ്ടത് എന്താണ്? ആറ്റം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ചെറിയ കണികയാണ്. അതിന് നമുക്ക് രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വിഭജിക്കാൻ പറ്റില്ല, പുതിയതായിട്ട് നിർമ്മിക്കാനോ അതുപോലെ തന്നെ നശിപ്പിക്കാനോ പറ്റില്ല. ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആറ്റത്തെ പറ്റി ഓർത്തിരിക്കേണ്ടത് ഒരു മൂലകത്തിന്റെ ആറ്റം. അതായത് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ എന്ന മൂലകത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഹൈഡ്രജൻ മൂലകം വിചാരിച്ചോ. ഹൈഡ്രജൻ മൂലകത്തിന്റെ ആറ്റങ്ങൾ എല്ലാം എങ്ങനെയായിരിക്കും? ഒരേ സ്വഭാവം കാണിക്കുന്നവരായിരിക്കും. ദെൻ നൈട്രജൻ മൂലകം എടുത്താലോ, അതെല്ലാം ഒരേ സ്വഭാവം കാണിക്കുന്നതായിരിക്കും. അപ്പോ ഒരു മൂലകത്തിന്റെ തന്നെ ആറ്റം പരിഗണിച്ചാൽ, അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ തന്നെ ആറ്റം പരിഗണിച്ചാൽ അവയെല്ലാം എങ്ങനെയായിരിക്കും? ഒരേ സ്വഭാവം കാണിക്കും. ഒരേ പദാർത്ഥത്തിന്റെ, ഒരേ സബ്സ്റ്റൻസിന്റെ ക്യാരക്ടേഴ്സ്, ഒരേ സബ്സ്റ്റൻസിലെ ആറ്റംസ് നോക്കിയാൽ എല്ലാം എങ്ങനെയായിരിക്കും? ഒരേ ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഓർത്തിരിക്കേണ്ടത്, ഒരു പദാർത്ഥം നമ്മൾ എടുത്താൽ അതിലെ എല്ലാ കണികകളും എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അതിലെ എല്ലാ ആറ്റങ്ങളും എങ്ങനെയായിരിക്കും? ഒരേ സ്വഭാവമായിരിക്കും.
ഒരേ സ്വഭാവം ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താ ഓർത്തിരിക്കേണ്ടത്? ഒരുപോലെയുള്ള പദാർത്ഥത്തിന്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ ഹൈഡ്രജൻ എലമെന്റ്, നൈട്രജൻ എലമെന്റ്, അങ്ങനെ ഹൈഡ്രജനിലെ എല്ലാ ആറ്റങ്ങളും ഒരുപോലെ ആയിരിക്കും, നൈട്രജനിലെ എല്ലാ ആറ്റങ്ങളും ഒരുപോലെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു പദാർത്ഥത്തിലെ എല്ലാ ആറ്റങ്ങളും എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും. ഒരു പദാർത്ഥത്തിലെ എല്ലാ ആറ്റങ്ങളും എങ്ങനെയായിരിക്കും? ഒരേ സ്വഭാവം കാണിക്കും. ഓക്കെ, ഇനി വ്യത്യസ്ത പദാർത്ഥം അല്ലെങ്കിൽ വ്യത്യസ്ത മൂലകമാണെങ്കിലോ, അതായത് ഞാനിപ്പോ ഇവിടെ ഓക്സിജനും എടുത്തു, ഇവിടെ ഹൈഡ്രജനും എടുത്തു എന്ന് വിചാരിക്കാം. ഒരു കയ്യിൽ ഓക്സിജൻ, മറ്റേ കയ്യിൽ ഹൈഡ്രജൻ. രണ്ടുപേരും ഒരുപോലെയുള്ളവരാണോ? അല്ല. അപ്പൊ ഓക്സിജനിലെ ആറ്റവും ഹൈഡ്രജനിലെ ആറ്റവും ഒരുപോലെ ആയിരിക്കുമോ? അല്ല. അപ്പോ വ്യത്യസ്ത പദാർത്ഥമാകുമ്പോൾ എന്തായിരിക്കും? വ്യത്യസ്ത പദാർത്ഥത്തിലെ ആറ്റങ്ങളും എങ്ങനെ ആയിരിക്കും? വ്യത്യസ്ത സ്വഭാവം കാണിക്കും. എന്ത് കാണിക്കും? വ്യത്യസ്ത സ്വഭാവം കാണിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ജോൺ ഡാൾട്ടൺ പറയുന്നത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്താണ്? സബ്സ്റ്റൻസ് വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ആറ്റം. The smallest particle which participate in a chemical reaction is called atom. Then രണ്ടാമത് എന്താ പഠിച്ചത്? ആറ്റം എങ്ങനെയാണ്? വിഭജിക്കാൻ പറ്റില്ല. ആറ്റംസ് ആർ ഇൻഡിവൈസിബിൾ. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരാറ്റത്തെ നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല, പുതിയതാക്കി ഉണ്ടാക്കാനും പറ്റില്ല. ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെന്താ പറഞ്ഞത്? ഒരേപോലെയുള്ള സബ്സ്റ്റൻസിന്റെ, സിമിലർ സബ്സ്റ്റൻസിലെ എല്ലാ ആറ്റംസും എങ്ങനെയായിരിക്കും? സെയിം പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ആണെങ്കിലോ ഡിഫറെന്റ് പ്രോപ്പർട്ടി കാണിക്കും. ഒരേ പദാർത്ഥത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരുപോലെ ആയിരിക്കും. വ്യത്യസ്ത സ്വഭാവമുള്ള പദാർത്ഥമാണെങ്കിൽ അവിടുത്തെ ആറ്റങ്ങളും എങ്ങനെയായിരിക്കും? വ്യത്യസ്തം ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉള്ളൂ. ആറ്റംസ്, ഇങ്ങനെ ആറ്റംസ് കമ്പൈൻ ചെയ്ത്, ഒന്നോ രണ്ടോ ആറ്റംസ് കമ്പൈൻ ചെയ്താണ് സംയുക്തങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസ്, കോമ്പൗണ്ട് ഒക്കെ ഉണ്ടാവുന്നത്. ഒരു ഉദാഹരണം നോക്കാം. രണ്ട് ഓക്സിജൻ ആറ്റംസ് കൂടിച്ചേർന്നാണ് O2 മോളിക്യൂൾ അല്ലെങ്കിൽ ഓക്സിജൻ തന്മാത്ര ഉണ്ടാവുന്നത്. അത് തന്നെ 3 ഓക്സിജൻ ആറ്റം കൂടിയാലോ? 3 ഓക്സിജൻ ആറ്റം കൂടി ചേർന്നാൽ ഓസോൺ. O3 എന്ന് പറഞ്ഞ ഏതാണ്? ഓസോൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഓസോൺ തന്മാത്ര, ഇത് ഓക്സിജൻ തന്മാത്ര. അപ്പൊ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? തന്മാത്ര, സംയുക്തങ്ങൾ ഒക്കെ ഉണ്ടാവുന്നു. When atoms combines to form molecules or compounds. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്? എന്തൊക്കെയാണ് ആറ്റത്തെ പറ്റി ഓർത്തിരിക്കേണ്ടത്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ആറ്റം. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താ ഓർത്തിരിക്കേണ്ടത്? ആറ്റംസ് ആർ ഇൻഡിവൈസിബിൾ. എന്താണ് ആറ്റം എന്ന് പറയുന്നത്? വിഭജിക്കാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ മൂന്നാമത് നമ്മൾ എന്താണ് ഓർത്തിരിക്കേണ്ടത് ആറ്റത്തെ കുറിച്ച്? എങ്ങനെയാണ്? സിമിലർ സബ്സ്റ്റൻസ് ഹാവ് സെയിം നേച്ചേർഡ് ആറ്റംസ്. ഒരേപോലെയുള്ള പദാർത്ഥത്തിലെ ആറ്റങ്ങളെല്ലാം എന്ത് കാണിക്കുന്നു? ഒരേ സ്വഭാവം കാണിക്കുന്നു. ദെൻ ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഹാസ് ഡിഫറെന്റ് നേച്ചേർഡ് ആറ്റംസ്. വ്യത്യസ്ത സ്വഭാവമുള്ള ആറ്റങ്ങളായിരിക്കും വ്യത്യസ്ത പദാർത്ഥങ്ങളിൽ ഉള്ളത്. ഒരേ പദാർത്ഥത്തിലെ ആറ്റങ്ങളെല്ലാം ഒരേ സ്വഭാവമുള്ളവരായിരിക്കും. വ്യത്യസ്ത പദാർത്ഥം എടുത്താലോ അവിടുത്തെ ആറ്റവും എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ക്യാരക്ടർ ഉള്ളവരായിരിക്കും. ക്ലിയർ ആണോ? പിന്നെ ആറ്റംസ് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, സംയുക്തങ്ങൾ ഉണ്ടാവുന്നു, തന്മാത്രകൾ ഉണ്ടാവുന്നു എന്ന് പറയാം. When atoms combines to form molecules or by compounds. അതേ സമയത്ത് ആറ്റം കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു എന്ന് പറയാം? തന്മാത്രകൾ ഉണ്ടാവുന്നു. ഇപ്പൊ ഞാൻ കാണിച്ച രണ്ട് ഉദാഹരണവും ഒരേപോലെയുള്ളതാ. ഇതിന് വേറെ എടുക്കാട്ടോ. ഹൈഡ്രജനും ക്ലോറിനും ഒരേപോലെയുള്ള ആറ്റമാണോ? അല്ല, ഡിഫറെന്റ് ആറ്റംസ് ആണ്. ഇവര് കൂടിച്ചേർന്നാണ് HCl ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? വാട്ടർ ഉണ്ടാവുന്നത്. അപ്പൊ ഒരേപോലെയുള്ള ആറ്റങ്ങളും കൂടിച്ചേരാം, വ്യത്യസ്ത ആറ്റങ്ങളും കൂടിച്ചേരാം. അപ്പോ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ് പഠിക്കാൻ? ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം എന്താണെന്ന് പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ ചില ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ അറിയണം. ഒരുപാട് പേരുടെ പേരൊക്കെ ഇൻഡെക്സിൽ കിടപ്പുണ്ട്, അതൊന്നും വേണ്ട. നമുക്ക് കുറച്ച് പേരെ അറിഞ്ഞിരിക്കണം, അവരുടെ പ്രത്യേകതകളും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ജോൺ ഡാൾട്ടൺ, അല്ലെ? ജോൺ ഡാൾട്ടന്റെ പ്രത്യേകത ഇനി വീണ്ടും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. എന്താണ്?
ജോൺ ഡാൾട്ടൺ എന്ന ശാസ്ത്രജ്ഞന്റെ പ്രത്യേകത എന്തായിരുന്നു? എന്താണ്? അറ്റോമിക് തിയറി. ആറ്റത്തെ കുറിച്ച് പഠനം നടത്തി, അല്ലെ ആറ്റത്തെ കണ്ടുപിടിച്ചു, ആറ്റത്തെ കുറിച്ച് പഠനം നടത്തി, അറ്റോമിക് തിയറി ആവിഷ്കരിച്ചു. ഇതൊക്കെ ആരാണ്? ജോൺ ഡാൾട്ടൺ. ഓക്കെ, അപ്പൊ ജോൺ ഡാൾട്ടനെ പറ്റി ഓർത്തിരിക്കേണ്ടത് എന്താണ്? അറ്റോമിക് തിയറി. നമ്മൾ പഠിച്ച കാര്യം ഒന്നും കൂടെ എടുത്തെഴുതിയെന്ന് മാത്രം. അറ്റോമിക് തിയറി അല്ലെങ്കിൽ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതാണ് ഒന്നാമത് ഓർത്തിരിക്കേണ്ടത്. രണ്ടാമത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സർ ഹംഫ്രി ഡേവി. ഓക്കെ, ഹംഫ്രി ഡേവിയാണ്. ഹംഫ്രി ഡേവിയെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് നോക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ച് നമുക്ക് എലമെന്റ്സിനെ വേർതിരിക്കാം. അതായത് വൈദ്യുതി കടത്തി വിടുമ്പോൾ ചില മൂലകങ്ങളെ നമുക്ക് വേർതിരിച്ചെടുക്കാം എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. മെയിനായിട്ട് പൊട്ടാസ്യം, സോഡിയം, ഈ കാൽഷ്യം ഇതുപോലെയുള്ള മൂലകങ്ങളെയാണ് അദ്ദേഹം വേർതിരിച്ചത്. എങ്ങനെയാ വേർതിരിച്ചത്? വൈദ്യുതി കടത്തി വിടുമ്പോൾ ചില മൂലകങ്ങളെ വേർതിരിക്കാം എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവി. അപ്രകാരം അദ്ദേഹം വേർതിരിച്ച മൂലകങ്ങളാണ് ഏതൊക്കെ? സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇതുപോലെയുള്ള മൂലകങ്ങൾ. ക്ലിയർ ആണോ? ഇനി വൈദ്യുതിയിൽ നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയതും ആരാണ്? ഹംഫ്രി ഡേവിയാണ്. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് എന്തായിരുന്നു? വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ച് നമുക്ക് എന്തിനെ സെപ്പറേറ്റ് ചെയ്യാം? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം ഇങ്ങനെയുള്ള മൂലകങ്ങളെ വേർതിരിക്കാം. എന്താണ്? യൂസിങ് ഇലക്ട്രിസിറ്റി വി ക്യാൻ സെപ്പറേറ്റ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ദെൻ എന്താണ്? പ്രസൻസ് ഓഫ് നെഗറ്റീവ് ചാർജ്. എന്താ കണ്ടുപിടിച്ചത്? നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യം. വൈദ്യുതിയിൽ നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയതും ആരാണ്? ഹംഫ്രി ഡേവി. അപ്പൊ ഹംഫ്രി ഡേവിയെ പറ്റി ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. എന്താണ്? വൈദ്യുതി കടന്നു പോകുമ്പോൾ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം എന്നീ മൂലകങ്ങളെ വേർതിരിക്കാം. When electricity passes through a mixture, it can be helps to separate sodium, potassium and calcium എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവി. അതുപോലെ ഇലക്ട്രിസിറ്റിയിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ക്ലിയർ ആണോ? അപ്പൊ ഹംഫ്രി ഡേവിയെ പറ്റി ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ രണ്ട് ശാസ്ത്രജ്ഞന്മാരായി. ജോൺ ഡാൾട്ടൺ, ഇപ്പൊ പഠിച്ചത് ആരായിരുന്നു? ഹംഫ്രി ഡേവി. ഇനി നമുക്ക് നോക്കേണ്ടത് മൈക്കിൾ ഫാരഡെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? മൈക്കിൾ ഫാരഡെ. ഓക്കെ, ഫാരഡയെ പറ്റി നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടതെന്ന് നോക്കാം. ഫാരഡയെ പറ്റി പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വൈദ്യുതിയുടെ പിതാവ്, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓർത്തിരിക്കുക, വൈദ്യുതിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ഒരൊറ്റ പോയിന്റ് മതി അദ്ദേഹത്തെ പറ്റി ഓർത്തിരിക്കാൻ അല്ലെ? ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈക്കിൾ ഫാരഡെ. ക്ലിയർ ആണോ? അപ്പൊ ഇപ്പൊ എത്ര പേരെ പഠിച്ചു? നമ്മള് 3 പേരെ പഠിച്ചു അല്ലെ? ആരൊക്കെയാണ്? ഡാൾട്ടൺ, പിന്നെ പഠിച്ചത് ആരായിരുന്നു? രണ്ടാമത് ഹംഫ്രി ഡേവി, മൂന്നാമത് ഇപ്പൊ പറഞ്ഞത് മൈക്കിൾ ഫാരഡെ. അറിഞ്ഞിരിക്കേണ്ട മറ്റ് സയന്റിസ്റ്റുകൾ ആരൊക്കെയാന്ന് നോക്കാം. ഇനി അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ വ്യക്തിയാണ് ജെ തോംസൺ. ആരാണ്? ജെ തോംസൺ. ഓക്കെ, ജെ തോംസനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം. ഓക്കെ, നമ്മൾ ഇത്ര നേരം ജോൺ ഡാൾട്ടൺ പറഞ്ഞിരുന്നു ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല എന്ന് അല്ലെ? ഈ ആറ്റത്തെ വിഭജിച്ച് ആറ്റത്തിന്റെ ഉള്ളിൽ ഇനിയൊരു നെഗറ്റീവ് ചാർജ് ഉള്ള കണികയുണ്ട്, ആ കണികയുടെ പേര് ഇലക്ട്രോൺ ആണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. അപ്പോ ഇലക്ട്രോൺ എന്ന് പറയുന്ന കണിക കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. ഓക്കെ, അപ്പൊ ആറ്റത്തിനുള്ളിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കും. പിന്നെ ഒരുപാട് പഠനങ്ങൾ നടന്നു. ആറ്റത്തെ പറ്റി കണ്ടുപിടിച്ചതും ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞത് ജോൺ ഡാൾട്ടൺ. അതിനുശേഷം ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നു. ആറ്റത്തിനുള്ളിലെ ഒരു കണികയാണ് ഇലക്ട്രോൺ എന്ന് കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. ഓക്കെ, ഈ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പൊ എന്താണ് ജെ തോംസനെ പറ്റി ഓർത്തിരിക്കേണ്ടത്? ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. ആറ്റത്തിനുള്ളിലെ നെഗറ്റീവ് കണികയാണ് ഏത്? ഇലക്ട്രോൺ. ഓർത്തിരിക്കുക, ആറ്റത്തിന്റെ പുറത്തല്ല, ആറ്റത്തിനുള്ളിലെ നെഗറ്റീവ് കണിക, നെഗറ്റീവ് ചാർജ് ഉള്ള കണികയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് നമ്മൾ ഇലക്ട്രോണിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്?
ആറ്റത്തിനുള്ളിലെ നെഗറ്റീവ് കണിക. അതായത് നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ഇലക്ട്രോൺ. ഹു ഡിസ്കവേർഡ് ഇലക്ട്രോൺ? ജെ തോംസൺ. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് ഓർത്തിരിക്കണം? ഇലക്ട്രോൺ ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ. ആൻഡ് വാട്ട് ഈസ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ വിച്ച് പ്രസന്റ് ഇൻ ആൻ ആറ്റം. ക്ലിയർ ആണോ? ഇനി അടുത്ത സയന്റിസ്റ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ജെ തോംസൺ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് റുദർഫോർഡ്. ആരാണ്? റുദർഫോർഡ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആരെ കുറിച്ചാണ്? റുദർഫോർഡ്. റുദർഫോർഡിനെ പറ്റി 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. റുദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ആറ്റത്തിന് ഒരു കേന്ദ്ര ഭാഗമുണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് പറയാം എന്ന് കണ്ടെത്തിയത് ആരാണ്? റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗത്തെ, ആറ്റത്തിന്റെ സെന്റർ പോർഷനെ ന്യൂക്ലിയസ് എന്ന പേര് കൊടുത്തത് ആരാണ്? റുദർഫോർഡ് ആണ്. ക്ലിയർ ആണോ? ആറ്റത്തിന്റെ സെന്റർ ഭാഗത്ത് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തത് ആരാണ്? റുദർഫോർഡ് ആണ്. ഇനി ഈ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള കണിക, നേരത്തെ നമ്മൾ പഠിച്ചതായിരുന്നു നെഗറ്റീവ് ചാർജ്, അതുപോലെ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പാർട്ടിക്കിൾ ആണ് പ്രോട്ടോൺസ്. ഏതാണ്? പ്രോട്ടോൺസ്. ഓർത്തിരിക്കുക. അപ്പോ ന്യൂക്ലിയസ്, ഹു ഡിസ്കവേർഡ് ന്യൂക്ലിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുദർഫോർഡ്. ദെൻ ഹു ഡിസ്കവേർഡ് പ്രോട്ടോൺ എന്ന് ചോദിച്ചാലും റുദർഫോർഡ്. ഓക്കെ, എവിടെയാണ് പ്രോട്ടോൺ ഉള്ളത്? പ്രോട്ടോൺ പ്രസന്റ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. അപ്പൊ നമ്മൾ റുദർഫോർഡിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്, റുദർഫോർഡ് എന്ത് സജസ്റ്റ് ചെയ്തു? ദ സെൻട്രൽ പോർഷൻ ഓഫ് എ ആറ്റം ഈസ് നോൺ ആസ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആ ന്യൂക്ലിയസിനുള്ളിലെ പോസിറ്റീവ് കണികയാണ് പ്രോട്ടോൺ. അതായത് പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ വിച്ച് പ്രസന്റ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് പ്രോട്ടോൺ എന്ന് സജസ്റ്റ് ചെയ്തത് ആരാണ്? റുദർഫോർഡ്. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ, പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് റുദർഫോർഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ആറ്റത്തിനകത്തുള്ള 2 കണികകളെ നമ്മൾ പരിചയപ്പെട്ടു. ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണിനെയും പരിചയപ്പെട്ടു, പ്രോട്ടോണിനെയും പരിചയപ്പെട്ടു. ഇനി അതുപോലെ തന്നെ മൂന്നാമതുള്ളതാണ് ന്യൂട്രോൺ. അത് കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഓക്കെ, അതായത് ആറ്റത്തിന്റെ ഉള്ളില്, നമ്മുടെ ആറ്റത്തിന്റെ അകത്തായിട്ട് ചാർജ് ഇല്ലാത്ത കണിക, അതായത് പോസിറ്റീവ് ചാർജും ഇല്ല നെഗറ്റീവ് ചാർജ് ഇല്ല, ചാർജ് ഇല്ലാത്ത കണികയുണ്ട്, ചാർജ്ലെസ് പാർട്ടിക്കിൾ എന്ന് കണ്ടുപിടിച്ചതാണ് ആര്? ജെയിംസ് ചാഡ്വിക്. ആ ചാർജ് ഇല്ലാത്ത കണികയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ന്യൂട്രോൺ. ക്ലിയർ ആണോ? അപ്പൊ ജെയിംസ് ചാഡ്വിക്കിന്റെ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോൺ. വട്ട് ഈസ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാലോ? ചാർജ്ലെസ് പാർട്ടിക്കിൾ വിച്ച് പ്രസന്റ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ അകത്ത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ചാർജ് ഇല്ലാത്ത കണികകളുണ്ട്, അവയ്ക്ക് പറയുന്ന പേരാണ് ന്യൂട്രോൺ. ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക്. അപ്പൊ നമ്മൾ ഈ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ആരെയൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? ഒന്ന് ജോൺ ഡാൾട്ടൺ, അല്ലെ? ജോൺ ഡാൾട്ടനെ പറ്റി പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. എന്താണ്? അറ്റോമിക് തിയറി അഥവാ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചു. രണ്ടാമത് പറഞ്ഞ ആരായിരുന്നു? സർ ഹംഫ്രി ഡേവി. അദ്ദേഹത്തെ പറ്റി ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം ഇങ്ങനെയുള്ള എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാം. ദെൻ ഇലക്ട്രിസിറ്റിയില് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? സർ ഹംഫ്രി ഡേവി. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ആരാണ്? മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ പറയുന്ന പേരെന്താണ്? ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ആരായിരുന്നു? ജെ തോംസൺ. ജെ തോംസനെ പറ്റി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇലക്ട്രോൺ ഡിസ്കവേർഡ്, അല്ലെ? ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. അപ്പൊ ജോൺ ഡാൾട്ടന്റെ ആശയം ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവൈസിബിൾ എന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് തെറ്റ്, അല്ലെ? അതിനകത്ത് ആ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് ആറ്റം ഇൻഡിവൈസിബിൾ അല്ല, ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിവൈസിബിൾ ആക്കാം. ആറ്റത്തിന്റെ അകത്തുള്ള ഒരു കണികയാണ് ഇലക്ട്രോൺ എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. ഓർത്തിരിക്കണേ, ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ദ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ആൻ ആറ്റം. ദെൻ പിന്നെ നമ്മൾ ആരെയാ പഠിച്ചത്? റുദർഫോർഡ്. റുദർഫോർഡിനെ പറ്റി നമ്മൾ എന്ത് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്? ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗം, സെൻട്രൽ പാർട്ടിനെ ന്യൂക്ലിയസ് എന്ന് പറയാം. അതിന്റെ അകത്ത് പ്രോട്ടോൺ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ്. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ജെയിംസ്
ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്കിനെ പറ്റി നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടത്? ആറ്റത്തിന്റെ അകത്ത്, ന്യൂക്ലിയസിനകത്ത് ചാർജ് ഇല്ലാത്ത കണികകളുണ്ട്. അവരെ, ചാർജ് ഇല്ലാത്ത കണികകളെ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. അറ്റോമിക് തിയറി ഡിസ്കവർ ചെയ്തത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ഓക്കെ. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം എലമെന്റ്സ് ഇലക്ട്രിസിറ്റി കൂടെ സെപ്പറേറ്റ് ചെയ്യാന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഡേവി, ഹംഫ്രി ഡേവി. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഹു ഇസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ ആരാണ്? മൈക്കിൾ ഫാരഡേ. അപ്പൊ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതൊക്കെ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലെ ടോപ്പിക്സ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ആറ്റം എന്താണ്, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ പോയിന്റ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും ശാസ്ത്രജ്ഞന്മാരെ പറ്റിയാണ് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇതൊക്കെ ആരെ കണ്ടുപിടിച്ചെന്ന് പഠിച്ചു. ഇവർ മൂന്നുപേര് എവിടെയാണുള്ളത് നമുക്കറിയാം. എവിടെയുള്ളത്? ആറ്റത്തിനുള്ളിലുള്ള കണികകളാണെന്നും പറഞ്ഞു. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇതാ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജെ തോംസൺ. ആദ്യത്തെ പോയിന്റ് നമുക്ക് ആരെ കണ്ടുപിടിച്ചതെന്ന് തന്നെ എഴുതാം അല്ലെ. ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? റുദർഫോർഡ്. റുദർഫോർഡ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ എന്ന കണികയെ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ ആരായിരുന്നു? ജെയിംസ് ചാഡ്വിക്. ഓക്കെ. ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ചാർജ് പഠിച്ചു അല്ലെ. എന്തായിരുന്നു ഇലക്ട്രോണിന്റെ ചാർജ്? നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിനോ? ചാർജ് ഇല്ല അല്ലെ. ചാർജ് ഇല്ല. ചാർജ് ഇല്ല. അതായത് ചാർജ്ലെസ് ആണ് ആരെന്ന് പറയുന്നത്? ന്യൂട്രോൺ. ചാർജ് ഇല്ലാത്ത കണിക. ഓക്കെ. ഇനി ഇലക്ട്രോൺ എവിടെയാ കാണപ്പെടുന്നത്? ആറ്റത്തിനുള്ളിൽ എന്നാണ് നമ്മൾ പറഞ്ഞത്, മറന്നു പോരുതേ. എവിടെയാണ് ഇലക്ട്രോൺ ഉള്ളത്? ആറ്റത്തിനുള്ളിൽ. ഇൻസൈഡ് ദി ആറ്റം. മറക്കരുത്, ഇൻസൈഡ് ദി ആറ്റം. ദെൻ പ്രോട്ടോൺ എവിടെയായിരുന്നു? ന്യൂക്ലിയസിനുള്ളിൽ. എവിടെയാണ്? ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. അപ്പോ ന്യൂക്ലിയസിനുള്ളിലാണ് ആര് കാണപ്പെടുന്നത്? പ്രോട്ടോൺ കാണപ്പെടുന്നത്. ന്യൂട്രോണോ? ന്യൂട്രോണും അതുപോലെ തന്നെ എവിടെയാ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനുള്ളിലാണ് ആര് കാണപ്പെടുന്നത്? ന്യൂട്രോൺ. അപ്പോൾ ഒരു വ്യത്യാസമായില്ലേ? ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്നു ഇലക്ട്രോൺ, പക്ഷെ എവിടെയല്ല? ന്യൂക്ലിയസിന്റെ ഉള്ളിലല്ല. ദെൻ പ്രോട്ടോണും ന്യൂട്രോണോ? ആറ്റത്തിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആര് കാണപ്പെടുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെ മാസാണ്, അതായത് ഭാരം, മാസ് അല്ലെ, വെയിറ്റ് എത്രയാണ് ഇതിന്റെ. അതായത് ആദ്യം നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവാണ്. അതായത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം വെച്ച് നോക്കിയാൽ ഹൈഡ്രജന്റെ മാസിന്റെ 1/1837 പാർട്ടേ ഉള്ളൂ ആരുടെ മാസ്? ഇലക്ട്രോണിന്റെ മാസ്. അപ്പം ഹൈഡ്രജന്റെ മീൻസ് ആരുടെ മാസാണ്? ഇലക്ട്രോണിന്റെ മാസ് എങ്ങനെയാണ്? വളരെ കുറവാണ്. മാസ് വളരെ കുറവാണ്. എത്രയാണെന്ന് പഠിച്ചില്ലേലും മാസ് ഹൈഡ്രജന്റെ മാസിനേക്കാൾ കുറവാണ് എന്നറിഞ്ഞിരിക്കുക. എത്രയാണ് ശരിക്കും കുറവ്? ഹൈഡ്രജന്റെ മാസിന്റെ 1/1837 അത്രയും പാർട്ടാണ് ആരുടെ മാസ്? ഇലക്ട്രോണിന്റെ മാസ്. ദെൻ ഇവിടെ പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഹൈഡ്രജന്റെ മാസ്. ഹൈഡ്രജന്റെ മാസിന് തുല്യമായിരിക്കും. ന്യൂട്രോണിന്റെ അതുപോലെ തന്നെയാണ്. ആരുടെ മാസിന് തുല്യമാണ്? ഹൈഡ്രജന്റെ മാസിന് തുല്യമാണ്. ഇപ്പൊ പരീക്ഷയ്ക്ക് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവർ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ച് എഴുതാനുള്ള കാര്യങ്ങളായോ? ആദ്യം ആരാണ് ഓരോ കണികകളെയും കണ്ടുപിടിച്ചതെന്ന് എഴുതാം. ജെ തോംസൺ, റുദർഫോർഡ്, ചാഡ്വിക്. ദെൻ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇലക്ട്രോൺ ആറ്റത്തിന്റെ ഉള്ളിലാണ്. ഇവിടെ പ്രോട്ടോണും ന്യൂട്രോണുമോ? ആറ്റത്തിന്റെ ഉള്ളിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. ഇവിടെയാണെങ്കിൽ ഇൻസൈഡ് ദി ആറ്റം മതി. ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? മാസ്. ഇലക്ട്രോണിന്റെ മാസ് ഹൈഡ്രജന്റെ മാസിനേക്കാൾ കുറവാണ്, ലെസ് ആണ്. ഓക്കെ, അത് എത്രയാണെന്നുള്ളത് ഓർക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക. 1/1837. ദെൻ പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും ഒരേപോലെയാ. എങ്ങനെയാ? ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ മാസിന് തുല്യമാണ്. അപ്പൊ ഈ മൂന്ന് കണികകളുടെയും സവിശേഷതകളും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് പഠിക്കാനുള്ളത് റുദർഫോർഡിന്റെ ആറ്റം മാതൃക, അതായത് റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ റുദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ, അതെന്താണെന്നാണ് പഠിക്കാനുള്ളത്.
ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ റുദർഫോർഡ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഓൾറെഡി പഠിച്ചു അല്ലെ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരായിരുന്നു? റുദർഫോർഡ് ആയിരുന്നു അല്ലെ. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഈ പഠനം നടത്തിയത്, എന്താണ് ആറ്റത്തെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളതാണ് സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്. ശരിക്കും ഈ റുദർഫോർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൗരയൂഥം എല്ലാവർക്കും പരിചിതമാണ് അല്ലെ. കേന്ദ്രഭാഗം ആരാണ്? സൂര്യൻ. സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നു? ഗ്രഹങ്ങള് വ്യത്യസ്ത വലയങ്ങളിൽ കൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വലയം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. വ്യത്യസ്ത പാതകളിൽ കൂടെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വലയം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതിന് തുല്യമാണ് ആറ്റത്തിന്റെ കാര്യവും എന്നാണ് ആര് പറഞ്ഞത്? റുദർഫോർഡ് പറഞ്ഞത്. സൗരയൂഥത്തിന്റെ കേന്ദ്രം ആരായിരുന്നു? സൂര്യൻ അല്ലെ. സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യൻ. സൂര്യന് ചുറ്റും എന്താണ്? വ്യത്യസ്ത പാതകളുണ്ട്. ഈ പാതകളിൽ കൂടെ ആരാ സഞ്ചരിക്കുന്നത്? ഗ്രഹങ്ങൾ അല്ലെ. ഓരോ ഗ്രഹങ്ങളും അവരവരുടെ പാതകളിൽ കൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ആര് പറഞ്ഞത്? റുദർഫോർഡ് പറഞ്ഞു. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്. കേന്ദ്രത്തിന്റെ പേരെന്തായിരുന്നു? ന്യൂക്ലിയസ്. മറന്നു പോരുത്, ആറ്റത്തിന്റെ കേന്ദ്രത്തിന്റെ പേരെന്താ കൊടുത്തത്? ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും വ്യത്യസ്ത പാതകളുണ്ട്. അതിൽ കൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു. ആരെയാണ് പാതകളിൽ കൂടെ സഞ്ചരിക്കുന്നത്? ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു. ഇത് ന്യൂക്ലിയസ്. ഓക്കെ, ഇതിന്റെ കേന്ദ്രഭാഗമായതുകൊണ്ട് ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഇനി ആ ഇലക്ട്രോണുകൾ എവിടെ സഞ്ചരിക്കുന്നു എന്നാ പറഞ്ഞത്? ന്യൂക്ലിയസിന് ചുറ്റും. നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കേ. സൂര്യൻ കേന്ദ്രഭാഗം, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ് കേന്ദ്രഭാഗം. ഇവിടെ എന്താണ്? നിശ്ചിത പാതകളിൽ കൂടെ ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നു. ഇവിടെ നിശ്ചിത പാതകളിൽ കൂടെ ഇലക്ട്രോൺ ആരെ വലം വെക്കുന്നു? ന്യൂക്ലിയസിനെ വലം വെക്കുന്നു. ഇതാണ് ശരിക്കും റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ അഥവാ സൗരയൂഥ മാതൃക. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ പറയുന്നത് ഏതാണ് കേന്ദ്രഭാഗം? ന്യൂക്ലിയസ് ആണ് കേന്ദ്രം. ന്യൂക്ലിയസിനെ ചുറ്റി എന്താണ്? ഇലക്ട്രോണുകൾ വ്യത്യസ്ത പാതയിലൂടെ സഞ്ചരിക്കുന്നു അല്ലെ. ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ട് എന്താണ്? ന്യൂക്ലിയസ് ഈസ് ദ central part of an atom. Then the electrons revolving around the nucleus through a fixed path. ഒരു ഫിക്സഡ് പാത്തിൽ കൂടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ എന്ത്? റുദർഫോർഡ് ആറ്റം മാതൃക അല്ലെങ്കിൽ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ സൗരയൂഥത്തെ പറ്റി പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും, ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വലം വെച്ച് ഇവരുടെ ഊർജ്ജം നഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ കേന്ദ്രത്തിൽ വന്ന് അത് അവസാനിച്ചു പോകുമെന്നാണ് പഠിക്കുന്നത് അല്ലെ. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇലക്ട്രോണും ഇങ്ങനെ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ വലം വെച്ച് കുറെ നേരം കഴിയുമ്പോൾ അവരുടെ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകും, എനർജി നഷ്ടപ്പെട്ടു പോകും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ എവിടെ വന്ന് വീഴണം? ഈ ന്യൂക്ലിയസിൽ വന്ന് തീർന്നു പോകണം. അവിടെ വന്ന് അത് നഷ്ടപ്പെട്ടു പോകണം, അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ അവിടെ വെച്ച് ലോസ് ചെയ്ത് പോകണം. അങ്ങനെ ഒരു കാര്യം എവിടെ സംഭവിക്കുന്നില്ല? ആറ്റത്തില് സംഭവിക്കുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെയാണ് സൗരയൂഥത്തിൽ പറയുന്നത്? ഓരോ ഗ്രഹത്തിന്റെയും ഊർജ്ജം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരിക്കല് എന്താണ്? അത് പതിക്കും. അത് എവിടെ വന്ന് പതിക്കും എന്നാ പറയണത്? ന്യൂക്ലിയസിൽ വന്ന് പതിക്കും എന്നാണ്. മീൻസ് സൂര്യനിൽ വന്ന് പതിക്കും, അല്ലെങ്കിൽ സൂര്യനുള്ളിലേക്ക് കടന്നു പോകും, അല്ലെങ്കിൽ സൂര്യനാൽ നശിപ്പിക്കപ്പെടും എന്നൊക്കെയാണ് സൗരയൂഥത്തെ പറ്റിയുള്ള പഠനങ്ങൾ പറയുന്നത്. ഇവിടെയാണെങ്കിലോ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഈ ഇലക്ട്രോണിന്റെ ഊർജ്ജം തീരുന്നില്ല, അതൊരിക്കലും ന്യൂക്ലിയസിൽ വന്ന് പതിക്കുന്നുമില്ല. ഈ ഒരു ഒറ്റ കാര്യം റുദർഫോർഡിന്റെ മോഡലില് ഒരു ചെറിയൊരു എന്താണ് പോരായ്മയായിട്ട് മാറി, ഒരു ചെറിയ ഡീമെറിറ്റ് ആയിട്ട് മാറി. ഇലക്ട്രോൺസിന്റെ എനർജി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? നഷ്ടപ്പെട്ട് അവരെവിടെ വന്ന് പതിക്കുന്നില്ല? കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ വന്ന് പതിക്കുന്നില്ല. അത് മാത്രമായിരുന്നു റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലിന്റെ ഒരു വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്താണ് റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃകയെ പറ്റി ഓർത്തിരിക്കേണ്ടത്? എന്താണ്? ഒരു സെൻട്രൽ പാർട്ട്. ഓക്കെ, അതായത് ആറ്റത്തിന്റെ കേന്ദ്രം. ആറ്റത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ്. അതായത് സെൻട്രൽ പോർഷൻ അല്ലെ. ഒരു സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ്. ദെൻ അതിനെപ്പറ്റി നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? പിന്നെന്താ പറയുന്നത്? ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താ ഓർത്തിരിക്കേണ്ടത്? ഇലക്ട്രോൺസിനെ പറ്റിയാണ് അല്ലെ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കേന്ദ്രത്തെ അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രോൺസ്. ന്യൂക്ലിയസിനെ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രോൺസ്.
ആരാണ്? ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ 2 പോയിന്റ്സ് നിങ്ങളോട് പരീക്ഷയ്ക്ക് റുദർഫോർഡ് ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയും പറഞ്ഞാൽ മതി. The central portion of an atom is known as nucleus. Okay. Then the electrons revolving around the nucleus through a fixed path. ഓരോ ഇലക്ട്രോണും അതിന്റെ ഫിക്സഡ് പാത്തിൽ കൂടെ ന്യൂക്ലിയസിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തന്നെ മലയാളത്തിൽ എഴുതാലോ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ നിശ്ചിത പാതയിലൂടെ എന്ത് ചെയ്യുന്നു? വലം വെച്ചുകൊണ്ടിരിക്കുന്നു. പോരായ്മ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒരേ ഒരു പോരായ്മയേ ഉള്ളൂ. എന്താണ്? എനർജി ഓഫ് ഇലക്ട്രോൺ നെവർ ലോസസ്. ഇലക്ട്രോണിന്റെ എനർജി നെവർ ലോസ് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇലക്ട്രോൺസ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നില്ല. അതായത് ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ഊർജം നഷ്ടപ്പെട്ട് അത് നശിച്ചു പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നൊരു പോരായ്മ മാത്രമാണ് ഏത് മോഡലിനെ പറ്റിയുള്ളത്? റുദർഫോർഡ് ആറ്റം മോഡൽ. അപ്പോൾ ഒരു സക്സസ്ഫുൾ മോഡൽ തന്നെയായിരുന്നു റുദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. എപ്പോഴും സൂര്യനെയും സൂര്യന്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങളെയും വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ എന്താണ്? റുദർഫോർഡിന്റെ ആറ്റം മോഡൽ പഠിച്ചു, അതിന്റെ ഡീമെറിറ്റ് അല്ലെങ്കിൽ പോരായ്മ എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബോർ ആറ്റം മാതൃക. അതായത് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പോരായ്മകളൊക്കെ നികത്തിക്കൊണ്ട് വന്ന ഒരു ആറ്റം മോഡലാണ് ബോർ ആറ്റം മോഡൽ അല്ലെങ്കിൽ ബോർ ആറ്റം മാതൃക. ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്? ബോർ ആറ്റം മോഡൽ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ ഇത്രയേ ഉള്ളൂ. ആറ്റത്തിന് നമ്മൾ റുദർഫോർഡ് പറഞ്ഞ പോയിന്റ്സുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്താണ്? ആറ്റത്തിന് ഒരു സെൻട്രൽ പാർട്ട് ഉണ്ട്. ഓക്കെ. ദെൻ അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു ഫിക്സഡ് പാത്തിൽ കൂടെ റിവോൾവ് ചെയ്യുന്നു. ഈ മോഡൽ തന്നെയാണ് എന്താ? റുദർഫോർഡിന്റെ ആറ്റം മോഡൽ. ഞാൻ വരച്ച പടത്തിന് ഒരു ചെറിയ ചരിവുണ്ടാവും. നിങ്ങൾ ഇമാജിൻ ചെയ്യട്ടോ. നല്ല വട്ടത്തിലായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്തോളാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ബോർ ആറ്റം മോഡലിൽ അദ്ദേഹം പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആറ്റം ഹാസ് എ സെൻട്രൽ പാർട്ട്. ആറ്റത്തിന് എന്തുണ്ട്? ഒരു കേന്ദ്രമുണ്ട്. ഓക്കെ. സെൻട്രൽ പാർട്ട്. ആറ്റത്തിന്റെ ഒരു സെൻട്രൽ പാർട്ട് ഉണ്ട്. അതെന്താണ്? ന്യൂക്ലിയസ്. അത് ആരും പറഞ്ഞ കാര്യമാണ്? റുദർഫോർഡ് പറഞ്ഞ അതേ പോയിന്റ് ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം ഇലക്ട്രോൺസ് ആണ് കേട്ടോ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഓരോ ഓർബിറ്റിലും അല്ലെങ്കിൽ ഓരോ പാത്തിൽ കൂടെയും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇലക്ട്രോൺസ് റിവോൾവിംഗ് പാത്ത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുന്നില്ലേ? ആ പാത്തിനെ അദ്ദേഹം ഒരു പേര് കൊടുത്തു, ഓർബിറ്റ്. എന്താ പേര് കൊടുത്തത്? ഓർബിറ്റ്. ഓർത്തിരിക്കുക, ഇലക്ട്രോൺസ് റിവോൾവിംഗ് പാത്ത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന പാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ്. അങ്ങനെ പേര് കൊടുത്തത് ആരാണ്? ബോർ. നീൽസ് ബോർ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഓർത്തിരിക്കുന്നത് എന്താണ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെ ഏത് പേര് വിളിച്ചു? ഓർബിറ്റ് എന്ന് വിളിച്ചു. അതായത് സെൻട്രൽ പാർട്ട് ഓഫ് ആറ്റം ഈസ് നോൺ ആസ് ന്യൂക്ലിയസ്. ദ ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് എന്താണ്? ഓർബിറ്റ്. ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്ന പാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ്. ദെൻ അദ്ദേഹം പറഞ്ഞത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് അല്ലെ, സെൻട്രൽ പാർട്ടാണ് ന്യൂക്ലിയസ്. കണ്ടോ, ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ല് എന്നും പറയും കേട്ടോ. ഓർബിറ്റ് അല്ലെങ്കിൽ വേറൊരു പേരാണ് ഷെൽ. ഓർത്തിരിക്കണേ, ഓർബിറ്റ് അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ഷെൽ. ഓക്കെ. അപ്പോ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്ത് അല്ലെങ്കിൽ ആ സഞ്ചാരപാത, ഇലക്ട്രോൺസിന്റെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കുക, ന്യൂക്ലിയസ് കണ്ടോ, ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത ഷെല്ലിന്റെ പേര് കെ. ദെൻ രണ്ടാമത്തെ ഷെല്ല് എൽ, മൂന്നാമത്തെ ഷെൽ എം, ഇനി ഒരു ഷെല്ലും കൂടെ വരും കേട്ടോ. അപ്പോൾ വേറെ ഒരുപാട് ഷെല്ലുകളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 4 ഷെല്ലുകളാണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്തുള്ള ഷെല്ല് കെ, ദെൻ രണ്ടാമത്തത് എൽ, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ ഷെൽ. ക്ലിയർ ആണോ? അപ്പൊ ഓരോ ഷെല്ലിനും ഓരോ ഊർജ്ജമുണ്ട്, അതായത് എനർജി ഉണ്ട്. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ഊർജ്ജം കുറവായിരിക്കും. നമ്മുടെ ക്ലാസ് റൂമിൽ പോലെ. ഇപ്പൊ ഒരു ക്ലാസ് റൂം വിചാരിച്ചു വെക്കുക. നിങ്ങൾ ക്ലാസ് റൂം ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറാണ് സെന്റർ അല്ലെ. ടീച്ചറാണ് ആ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ
ടീച്ചർ പഠിപ്പിക്കുന്നതിൽ, ഞാൻ പഠിപ്പിക്കുന്നതിലായിരിക്കും ആണല്ലോ. അതിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ, അതുപോലെ സെക്കൻഡ് ബെഞ്ച്, തേർഡ് ബെഞ്ച്, ഫോർത്ത് ബെഞ്ച്, ഇങ്ങനെയാണ് കുട്ടികൾ ഇരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, കെമിസ്ട്രിയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേ ക്ലാസ്സിൽ ഇരുന്ന് മാത്സിന്റെ ഹോംവർക്ക് ചെയ്യാനോ അടുത്തിരിക്കുന്ന കുട്ടിയോട് ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ഒക്കെ തോന്നുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ബെഞ്ചിലെ കുട്ടിയാണോ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടിയാണോ അത് ചെയ്യാൻ ശ്രമിക്കുക? ആരായിരിക്കും? ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടി. ഫസ്റ്റ് ബെഞ്ചിലെ കുട്ടിക്ക് ഒരു ചെറിയ പേടി ഉണ്ടാവും അല്ലെ, ടീച്ചർ ശ്രദ്ധിച്ചാലോ ടീച്ചർ എങ്ങാനും കണ്ടാലോ എന്നുള്ളൊരു ഭയം. അതുപോലെയാണ്, അതായത് നമുക്ക് ഇവിടെ താരതമ്യം ചെയ്ത ഊർജം കുറവാണെന്ന് പറയാം. അപ്പൊ ഏറ്റവും ആദ്യം കിടക്കുന്ന ആൾക്ക് എന്ത് കുറവായിരിക്കും? ഊർജം കുറവായിരിക്കും. അങ്ങോട്ട് വരും തോറും എന്ത് കൂടി വരും? ഊർജം കൂടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയ്ക്ക് പറഞ്ഞ പേര് എന്തായിരുന്നു? ഷെൽ. ആ ഷെല്ലുകളെ ഊർജം കൂടി വരുന്ന രീതിയിൽ ക്രമീകരിച്ചു. അതായത് എനർജി കൂടി വരുന്ന രീതിയിൽ എന്ത് ചെയ്തു? ക്രമീകരിച്ചു. ഊർജം കൂടി വരുന്ന രീതിയിൽ. ആർക്കാ ഏറ്റവും ഊർജം കുറവ്? കെ, കുറഞ്ഞ ആള്. പിന്നെ കുറച്ചും കൂടെ കൂടുതലുള്ള ആള് എൽ. പിന്നെ ആരാണ്? എം. പിന്നെയോ എൻ. കണ്ടോ? അപ്പൊ ഇപ്പം എത്ര പോയിന്റ്സ് പഠിച്ചു? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് വിളിച്ചു. ഓരോ ഷെല്ലിനും എന്തു കൊടുത്തു? അദ്ദേഹം പേര് കൊടുത്തു. കെ, എൽ, എം, എൻ. ഏറ്റവും ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന ഷെല്ലിന് ഒന്നാമത്തെ ഷെല്ല് കെ, രണ്ടാമത്തെ ഷെല്ല് എൽ, 3 എം, 4 എൻ എന്ന് അദ്ദേഹം പേര് കൊടുത്തു. ഇനി ഓരോ ഷെല്ലിനും ഒരേ ഊർജമാണെന്നാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല. ഓരോ ഷെല്ലിനും എന്ത് വ്യത്യാസമുണ്ട്? ഊർജം വ്യത്യാസമുണ്ട്. ഇപ്പൊ ആദ്യത്തെ ഷെല്ല് കെ ആണ്. കെയുടെ ഊർജ്ജം ആയിരിക്കില്ല എൽ ഷെല്ലിന്. എൽ ഷെല്ലിന്റെ ഊർജ്ജം ആയിരിക്കില്ല എമ്മിന്. എമ്മിന്റെ ഊർജ്ജം ആയിരിക്കില്ല എന്നിന്. ഏറ്റവും ഊർജ്ജം കുറവ് ആർക്കാണെന്ന് പറഞ്ഞു? കെ ഷെല്ലിന്. കെ ഷെല്ലിന് ഊർജ്ജം കുറവാണെങ്കിൽ കെ ഷെല്ലിലെ ഇലക്ട്രോണിനും എന്ത് കുറവായിരിക്കും? ഊർജം കുറവായിരിക്കും. അപ്പോ എന്താണ്? ഓരോ ഇലക്ട്രോണും എവിടെയാ? ഓരോ ഷെല്ലിൽ നിൽക്കുന്ന ഓരോ ഇലക്ട്രോണിനും ഒരു നിശ്ചിത ഊർജം ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഏത് മോഡലിൽ പറയുന്നത്? ബോർ മോഡലിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം ഹാസ് എ സെൻട്രൽ പാർട്ട് ഈസ് നോൺ ആസ് ന്യൂക്ലിയസ്. ദി ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് orbit or shell. Okay, then shells are arranged the increasing order of energy. എനർജി കൂടി വരുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കെ, എൽ, എം, എൻ. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത ഷെല്ല് കെ ആയതുകൊണ്ട് അവർക്ക് എനർജി എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ, ദെൻ ഓരോ ഷെല്ലിനും ഒരു ഊർജമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇലക്ട്രോണിനും എന്തുണ്ട്? ഒരു നിശ്ചിത ഊർജമുണ്ട്. അതായത് ഒരു ഷെല്ലി ഇരിക്കുമ്പോൾ ആ ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. ആ ഊർജം ഒരിക്കലും എന്ത് ചെയ്തു പോകുന്നില്ല? നഷ്ടപ്പെട്ട് പോകുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ കൂടുന്നുമില്ല. ഒരു ഷെല്ലിൽ ഇരിക്കുമ്പോൾ ഒരു ഇലക്ട്രോണിന് ഒരു നിശ്ചിത എനർജി ഉണ്ട്. സോ അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്നാണ് ആര് പറഞ്ഞത്? ബോർ ആറ്റം മോഡലില് പറയുന്നത്. അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാത എന്താണ്? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്. ഓരോ ഷെല്ലിനും നിശ്ചിത ഊർജമുണ്ട്. ഓരോ ഷെല്ലിലും ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്കും നിശ്ചിത ഊർജമുണ്ട്. ആ ഊർജം നഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ കൂടുന്നോ ഇല്ല. ഇനി ഷെല്ലുകളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഊർജം കൂടി വരുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ആ ഊർജം കൂടി വരുന്ന ക്രമമാണ് കെ, എൽ, എം, എൻ. ഇത്രയാണ് ബോർ മാതൃക അല്ലെങ്കിൽ ബോർ ആറ്റം മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണോ ബോർ ആറ്റം മാതൃക? ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ആദ്യം അറ്റോമിക് തിയറി പഠിച്ചു, കുറച്ച് സയന്റിസ്റ്റിന്റെ പേര് പഠിച്ചു, പിന്നെ നമ്മൾ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവർ 3 പേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചു. 2 ആറ്റം മോഡൽസ് പഠിച്ചു. ഒന്ന് ഏതാണ്? റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ. 2 നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ. അപ്പൊ ആറ്റം മോഡൽ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ വെച്ചുകൊണ്ട് ഒരാറ്റത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ള ഭാഗം, ഇന്ന് പഠിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഭാഗം വരെ നിങ്ങൾ കൃത്യമായി പഠിക്കുക. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്